ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോയ്സി ടെക് 30. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ എങ്ങനെ എടുക്കാം എന്നാണ്. ഇത് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ബെസ്റ്റ് ആൻഡ്രോയിഡ് എമുലേറ്റർ ഇതാണ്. അപ്പോൾ ഒട്ടും വൈകുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇവിടെ എടുക്കുന്ന എമുലേറ്ററിൻ്റെ പേര് MEMU എമുലേറ്റർ എന്നാണ്. അപ്പോൾ അത് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും. അപ്പോൾ അതെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം ഈ ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിക്കോളും. ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് കാരണം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. MEMU ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്നാണ് നമുക്ക് MEMU ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അത് ഇൻസ്റ്റാളിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ നോക്കണം. അതിനുശേഷം ഇത് ലൈസൻസ് എഗ്രിമെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് വെക്കണം. അതിനുശേഷം താഴെ ഡൗൺലോഡിങ് സ്റ്റാർട്ടാന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതൊരു ഏകദേശം 453 MB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഞാനൊന്ന് പോസ് ചെയ്യട്ടെ. ഗൈസ്, അപ്പോൾ ഇൻസ്റ്റാളിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത് ഫിനിഷ് കൊടുക്കാം. ഇത് ഡൗൺലോഡിങ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ കണ്ടോ 2 മൾട്ടി മെനുവും MEMU എന്ന് പറഞ്ഞിട്ട് 2 ഐക്കണും കൂടെ വന്നിട്ടുണ്ട്. മുമ്പ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത് 2 കൂടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനി MEMU ഓൺ ചെയ്യാം. ലോഞ്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ HyperV is detected എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റിപ്പയർ കൊടുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല, ചിലവർക്ക് മാത്രമേ വരത്തുള്ളൂ. അത് റിപ്പയർ എന്നിട്ട് HyperV ഡിസേബിൾഡ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഓക്കെ കൊടുക്കുക. ഇത് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ PC റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അത് പ്രോബ്ലം സോൾവ് ആയില്ലെന്നൊന്ന്. അതുകൊണ്ടൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ആ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ആ പ്രോബ്ലം ചോദിക്കുന്നില്ല, അത് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലോഡിങ് കാണിക്കുക. അപ്പോൾ നമ്മുടെ MEMU പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പം ഫുൾ സ്ക്രീൻ ഇടാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ഒരാൾക്ക് ഈ മുകളിൽ കാണുന്ന 4 ഓപ്ഷൻസ് മാത്രമേ കാണത്തുള്ളൂ. ഈ വാട്സാപ്പ്, കോൺടാക്ട്സ്, ക്രോം, ടെർമി ഇതൊന്നും കാണത്തില്ല. ഇതൊക്കെ നമ്മൾ അല്ലാതെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഫ്രീ ഫയർ പോലത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് സാധാരണ നമ്മളൊരു ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിനകത്തുള്ള പ്ലേ സ്റ്റോർ ഉപയോഗിക്കാൻ പറ്റും.